തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അമൂല്യ വസ്തുക്കൾ നഷ്ടമായെന്ന പോലീസ് റിപ്പോർട്ട് തള്ളി ഭരണസമിതി. വിലപിടിപ്പുള്ളതൊന്നും നഷ്ടമായിട്ടില്ലെന്നും നേരിട്ട് പരിശോധിച്ചെന്നും ഭരണസമിതി വ്യക്തമാക്കി. പോലീസ് റിപ്പോർട്ടിനെതിരെ സർക്കാരിന് കത്ത് നൽകും. ജിബിൻ JB വിവരങ്ങളുമായി. ജിബിൻ, എന്താണിപ്പോൾ ക്ഷേത്ര ഭരണസമിതി അറിയിക്കുന്നത്? അനുജ, കഴിഞ്ഞ ദിവസമാണ് DGP സംസ്ഥാന ആഭ്യന്തര സെക്രട്ടറി ആഭ്യന്തര വകുപ്പിന് നൽകിയ കത്തിലെ വിവരങ്ങൾ പുറത്തു വന്നത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് കഴിഞ്ഞ കുറച്ചു നാളുകളായി അമൂല്യ രത്നങ്ങളും സ്വർണ്ണാഭരണങ്ങളും വിലപിടിപ്പുള്ള സാധനങ്ങളും മോഷണം പോയെന്നോ അല്ലെങ്കിൽ കാണാനില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒരു കത്ത് ആഭ്യന്തര വകുപ്പിന് ലഭിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ക്ഷേത്ര ഭാരവാഹികളുടെ പ്രതികരണം തേടിയിരുന്നു. പക്ഷെ ആ ഘട്ടത്തിൽ അവർ പറഞ്ഞത് ക്ഷേത്രത്തിൽ നിന്ന് അങ്ങനെയൊന്നും മോഷണം പോയിട്ടില്ല എന്നുള്ള കാര്യമാണ്. പക്ഷേ ഈ റിപ്പോർട്ടിൽ പറയുന്നത് വൈരനാമം ഉൾപ്പെടെ വിലപിടിപ്പുള്ള പലതും കാണാനായിട്ടുണ്ട്. കാരണം വൈരനാമം 6 മാസങ്ങൾക്ക് മുമ്പ് അറ്റകുറ്റപ്പണികൾക്കായി പുറത്തു കൊണ്ടുപോയതാണെന്നും ഇതുവരെയും അത് തിരികെ എത്തിയിട്ടില്ല എന്നുമാണ് ആ റിപ്പോർട്ടിലുണ്ടായത്. അത് മാത്രമല്ല, ക്ഷേത്രത്തിലേക്ക് പ്രവേശനമുള്ള സ്ഥലത്തുകൂടി, അതായത് രാജകുടുംബാംഗങ്ങൾക്ക് മാത്രം പ്രവേശിക്കാൻ അനുമതിയുള്ള സ്ഥലത്തുകൂടി രാജകുടുംബാംഗങ്ങളുടെ സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ളവർ പോകുന്നു. ഇത് വലിയ രീതിയിലുള്ള സുരക്ഷാ വീഴ്ചയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ആ റിപ്പോർട്ടിലുള്ളത്. പക്ഷേ ഇതെല്ലാം തന്നെ നിഷേധിക്കുന്നതാണ് ഇന്ന് ചേർന്ന ഭരണസമിതിയുടെ യോഗം എന്ന് പറയുന്നത്. ഇന്ന് രാവിലെ 8 മണിയോട് കൂടിയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഭരണസമിതി യോഗം കൂടിയത്. ഈ യോഗത്തിന് ശേഷമാണ് ഈ പോലീസിന്റെ റിപ്പോർട്ടിനെ പൂർണ്ണമായി തള്ളുന്ന ഒരു സമീപനം അവർ എടുത്തത്. അത് മാത്രമല്ല, ഇത് സംബന്ധിച്ച് സർക്കാരിന് ഒരു കത്ത് നൽകുമെന്ന് കൂടി ഇപ്പോൾ ക്ഷേത്ര ഭരണസമിതി തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. വിലപിടിപ്പുള്ള ഒന്നും തന്നെ അവിടെ നിന്ന് നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള ഒരു കാര്യമാണ് അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ ഈ വൈരനാമം 6 മാസങ്ങൾക്ക് മുമ്പ് അവിടെ നിന്ന് അറ്റകുറ്റപ്പണികൾക്കായി പുറത്ത് കൊണ്ടുപോയി അത് തിരികെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് റിപ്പോർട്ടിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ വൈരനാമം ഇപ്പോൾ ക്ഷേത്രത്തിന്റെ അകത്ത് തന്നെ ഉണ്ട്, ശ്രീകോവിലിനുള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ള ഒരു കാര്യം കൂടിയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ട്രസ്റ്റ് ഭാരവാഹികൾ വ്യക്തമാക്കുകയും ചെയ്തത്. പക്ഷേ ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം ഉണ്ടാകുമെന്ന് തന്നെയാണ് ആഭ്യന്തര വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരം. കാരണം ഇത് DGP നൽകിയ റിപ്പോർട്ടാണ്. DGP ഈ റിപ്പോർട്ട് നൽകുന്നതിന് മുമ്പ് സംസ്ഥാന പോലീസിന്റെ ഇന്റലിജൻസും അതുപോലെ തന്നെ ADGP ശ്രീജിത്ത് ഉൾപ്പെടെയുള്ളവർ ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തിയിരുന്നു. കാരണം കഴിഞ്ഞ കുറെ നാളുകളെ, പ്രത്യേകിച്ച് കഴിഞ്ഞ 1-2 വർഷക്കാലമായി പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് വിലപിടിപ്പുള്ള പല വസ്തുക്കളും പുറത്തേക്ക് പോകുന്നുണ്ട്. ഇത് ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി പുറത്തു വരുമ്പോൾ ഇതെല്ലാം തന്നെ തിരികെ അവിടെ എത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് ആഭ്യന്തര വകുപ്പ് കടക്കുകയും ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം അത് ദേവസ്വം വകുപ്പ് മന്ത്രി തന്നെ വ്യക്തമാക്കുകയും ചെയ്തതാണ്. കാരണം കള്ളൻ കപ്പലിൽ തന്നെയാണ് ഉള്ളത് എന്ന് സംശയിക്കുന്നതായും അത് അന്വേഷണം നടക്കുമെന്നാണ് ദേവസ്വം വകുപ്പ് മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. എന്തായാലും ഈ ഒരു റിപ്പോർട്ട് ഇപ്പോൾ ക്ഷേത്ര ട്രസ്റ്റ് തള്ളിയിട്ടുണ്ടെങ്കിൽ പോലും ഇത് സംബന്ധിച്ച് അവർ കത്ത് സർക്കാരിന് കൈമാറി. എന്നായിരുന്നാൽ പോലും ഇത് സംബന്ധിച്ച് വിശദമായ ഒരു അന്വേഷണം നടക്കാൻ തന്നെയാണ് സാധ്യത. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.